അങ്ങനെ വ്യത്യസ്തമായ പലതരം കേക്ക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മളുടെ കണ്ടസ്റ്റൻസ് എല്ലാം വെയിറ്റിംഗ് അല്ലേ, ടേസ്റ്റിംഗ് ആണ്. ഇനി അഭിപ്രായങ്ങൾ പറയണം. എന്തായാലും കാഴ്ചയിൽ അതിമനോഹരമായിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരെയായിട്ട് വിളിക്കാം. അപ്പോൾ ആദ്യം ചാരുത വരും. ചാരുതയുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലേ, 2 കളർ സ്കീം. എന്താ പേരിട്ടിരിക്കുന്നത്? ബട്ടർ സ്കോച്ച് ഫ്രഷ് ഐസിങ് ക്രീം. കേക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ എന്നാലും ചാരുതയുടെ മുഖത്ത് പഴയ ഒരു സന്തോഷം. കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു, കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാമായിരുന്നു. മറ്റേ ഗാർണിഷിങ് കുറച്ചും കൂടെ ഒന്ന് മെച്ചാക്കാമായിരുന്നു. നല്ല പെർഫെക്ഷൻ വന്നിട്ടില്ല. അത് സാരമില്ല. ബട്ടർ സ്കോച്ചിന്റെ ഒപ്പം വേറെ ചെറി നമുക്ക് പോകത്തില്ല. അങ്ങനെ പിന്നെ നട്ട്സ് ആണ്. ഇതിൽ ക്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആപ്പിൾ ബട്ടർ സ്കോച്ച് ക്രഷ്. അതും അകത്തും വെച്ചിട്ടുണ്ട് അല്ലേ, ലെയർ ചെയ്തപ്പോൾ ഐസിങ്ങിന്റെ ലെയറിനൊപ്പം അതിന്റെ ഒരു ലെയറും കൂടി വെച്ചു. ഓക്കെ, ടോപ്പിംഗ് നട്ട്സ് കൊടുക്കാമായിരുന്നു. നട്ട്സ് ചേരും ബട്ടർ സ്കോച്ചിന്. നട്ട്സ് വേണമെങ്കിൽ കാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ മറ്റേ പ്രൊലൈൻ പൗഡർ മാതിരി അത് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. ചെയ്ത് നോക്കി, പക്ഷെ അത് ഭയങ്കര പൊടിഞ്ഞു. ആണോ? ശരി, ഞങ്ങൾ നോക്കാം. ഓഹോ, എല്ലാ ലെയറും കിട്ടണം എന്നുണ്ട്. കുത്തുമ്പോൾ ഒരു ചെറിയൊരു ഹാർട്ട് ഫീലിംഗ് വരുന്നുണ്ട്. എങ്ങനെ കഴിക്കും നമ്മൾ? ഒരുപാട് വലിയ ബട്ടർ സ്കോച്ച് ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ കേക്ക് ടെക്സ്ചർ പോരാ, ഹാർഡാണ് കണ്ട. അതായത് ഈ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ സിറപ്പൊക്കെ ഒഴിച്ചു, പക്ഷെ അതൊന്നും ആയിട്ടില്ല, അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടില്ല. നല്ല കട്ടിയുണ്ട് കേക്കിന്. പക്ഷേ ഫ്ലേവർ വന്നിട്ടില്ല. അത് സ്പഞ്ചിന്റെ തന്നെ ഫ്ലേവർ കറക്റ്റ് വന്നിട്ടില്ല. പക്ഷെ ബട്ടർ സ്കോച്ചും ഓഫ് കോഴ്സ് അതിൻ്റെ ഐസിങ്ങിലൊക്കെ വന്നതും അതെല്ലാം ആ ഫ്ലേവർ നന്നായിട്ട് ഫ്ലേവേർഡ് ഇഷ്ട. പക്ഷെ കേക്ക് മാറി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഐസിങ് മാത്രം എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് സുഖം അറിയാം. പക്ഷെ കേക്കിൻ്റെ കൂടെ ചെയ്യുമ്പോൾ കേക്ക് അതിനൊരു അധികം പറ്റുമല്ലോ തോന്നും. ശരിക്കും കേക്കല്ലേ നമ്മളുടെ മെയിൻ തീം അല്ലേ? അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം തോന്നുന്നു. പക്ഷെ ഗുഡ് എഫേർട്ട്. ഇനി നമുക്ക് വിളിക്കാം അഞ്ജു അരവിന്ദ്. അഞ്ജു വരും. അഞ്ജുവിൻ്റെ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഒരു തീമാറ്റിക്. സാധാരണ ഗതിയിൽ പറയുന്നത് എന്താ അറിയോ, എന്ത് പ്രസന്റ് ചെയ്താൽ അത് എഡിബിൾ ആയിരിക്കണം. പ്രസന്റേഷന്റെ കൂടെ വരുന്ന ഗാർണിഷ് എല്ലാം കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. നമ്മൾ കഴിക്കുന്ന സീനാണോ? എനിവേ, അത് തീമാറ്റിക്കായിട്ട് താങ്കൾ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായി. പിന്നെ കേക്കിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കണം. സാധാരണ ഒരു അപ്സൈഡ് ഡൗൺ കേക്ക് പൈനാപ്പിൾ കുറച്ച് കാരമൽ സിറപ്പ് അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു ബ്രൗണിഷ് ഒരു കാരമൽ കളറും കൂടി വരാറുണ്ട്. കണ്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ. പൈനാപ്പിൾ ഷുഗർ കോട്ടഡ് അല്ലേ?
ഫ്ലേവർ. സൈഡൊക്കെ ഇച്ചിരി കട്ടിയാണ്, കുഴപ്പമില്ല. അത് ചിലപ്പോൾ മിക്സ് ചെയ്തപ്പോൾ അതൊരാൾ വേറൊരു സൈഡ് മാറ്റി വെച്ചിട്ട്. ആ ആ നല്ല പൈനാപ്പിൾ ഫ്ലേവേർഡാണ്, നല്ല ഫ്ലേവറുണ്ട്. പൈനാപ്പിളിൻ്റെ എസൻസ് ഒക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. എവറിത്തിങ് ഈസ് ഗുഡ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗുഡ് എന്ന് പറയാം. പെർഫെക്ഷൻ അത്ര വന്നിട്ടില്ലെങ്കിൽ പോലും ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റും കേക്കും ആയിട്ട് മിക്സ് ചെയ്ത് പോകുമ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് കേക്കിൽ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കേക്കിൻ്റെ ടെക്സ്ചർ കുറച്ചൊരു സോഗി ആയിട്ടൊക്കെ ചില നടുക്ക് ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഓവൻ്റെ വ്യത്യാസമാണോ? അത് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. മനസ്സിലായി. എന്തായാലും കുറച്ച് ഈ ഒരു അല്ലാത്തതിൻ്റെ ഒരു കേക്കിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട്. നമ്മുടെ നല്ലൊരു എന്താ പറയുക സ്പോഞ്ചി ആൻഡ് ആ ഒരു സാധനം എക്സാക്റ്റ് വന്നിട്ടില്ല. പക്ഷേ ടേസ്റ്റ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതെ അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിവേ നല്ല അപ്പം നമുക്കിനി വിളിക്കാം നിഷ. നിഷ വിളിക്കാം. വരൂ. നിഷയുടെ കേക്കാണ് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് കാഴ്ചയിൽ തോന്നുന്നത് അല്ലേ? വലിയ ബഹളമൊന്നുമില്ല. ഒരു പിടി കിട്ടുന്നില്ല. ഒരു കൃഷിക്ക് ഒരു പിടി പോലും കിട്ടുന്നില്ല. കാര്യം അതത്ര തിൻ ആൻഡ് അല്ലേ? ആ ഒരു എന്താ പറയുക, വളരെ പൊക്കം കുറഞ്ഞ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഒരു ചെറിയൊരു കേക്ക്. സോഫ്റ്റ് ആണല്ലേ? ആ ചെറുതിൽ കാര്യമൊന്നുമില്ല, അതിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. മാത്രമായിട്ട് കഴിച്ചാൽ മധുരം കുറച്ച് കുറവാണ്. ഗ്ലേസ് ഇങ്ങനെ ഐസിങ്ങും കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ച് മധുരമുണ്ട്. കോഫിയുടെ ഫ്ലേവർ ഉണ്ട്. ആദ്യം കഴിക്കുമ്പോൾ തന്നെ കോഫിയുടെ ഫ്ലേവർ ഉണ്ട്. ഹണി ഫ്ലേവർ ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല. ഹണി ഫ്ലേവർ ഇല്ല, പ്രാക്ടിക്കലി ഇല്ല. അല്ല, ഹണി മുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനൊരു വന്നിട്ടില്ല. ഹണി ഐസിങ് മാത്രമേ ഉള്ളൂ. മോർ ഓഫ് ഹണി ഐസിങ് കോഫിക്ക് ആണ്. കോഫി തന്നെയാണ് അതിൻ്റെ മെയിൻ തീം. പിന്നെ അത്യാവശ്യം കുറച്ചൊരു ഇത് സോഫ്റ്റാണ്. ടെക്സ്ചർ വലിയ കുഴപ്പമില്ലാത്ത ടെക്സ്ചർ. എന്നാൽ പോലും കുറച്ച് എന്താ പറയുക, കേക്കിൻ്റേതായ ഒരു ഫ്ലഫിനെസ് കുറവാണ്. എന്നാലും കൊള്ളാം. എക്സാക്റ്റ് ഒരു ഐസ്ക്രീം ഒക്കെ കൂടെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് അങ്ങനെ. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ പ്ലം കേക്ക് പോലെ ആ ഒരു ഉദ്ദേശം ക്രീമിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ പിന്നെ കുറച്ച് ഗാർണിഷിന് ഒരു സൈഡ് ക്രീം ഇട്ടത്. പക്ഷെ അതിൻ്റെ ഈ ടെക്സ്ചറിൽ അങ്ങനത്തെ കുറച്ച് കാര്യം. എന്നാലും കൊള്ളാം. ഒരു സ്റ്റീംഡ് കേക്കിൻ്റെ ഇഫക്റ്റാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അതായത് നമ്മൾ ആവിയിൽ വേവിക്കില്ലേ, ആവിയിൽ പുഴുങ്ങുന്ന കേക്ക്സിനുള്ള ഒരു ടെക്സ്ചർ, വട്ടയപ്പത്തിൻ്റെയൊക്കെ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു കേക്കിൻ്റെ ടെക്സ്ചർ എക്സാക്റ്റ് വന്നിട്ടില്ല. എന്നാലും കൊള്ളാം, സ്വാദം. ഇനി നമുക്ക് ഡിംപിളിനെ വിളിക്കാം. ഡിംപിൾ വരും. ഡിംപിളിൻ്റെ ഒരു എന്താ
എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കുന്ന പോലെയുള്ളൊരു ഒരു ബർത്ത്ഡേ ബാഷ് ഓക്കെ. ഇവിടുത്തെ അതെ, അവരുടെ രണ്ടുപേരുടെയും എന്താ പറയാ ബർത്ത്ഡേക്ക് വന്നതായിരിക്കും ചെരീസോ ചെറീസ് ആണ്. അല്ലേ? അത് ശരിക്കും ഫോണ്ടൻ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് അവൈലബിൾ അല്ലാത്ത കാരണം മൈദ വെച്ചിട്ട് ഐസിങ് ഷുഗറും മൈദയും വെച്ചിട്ട്. ഓഹോ ശരി. ആൻഡ് ടോപ്പിംഗ് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കളർഫുൾ ഒരു പ്ലേ ഗ്രൗണ്ട് മാതിരി അല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യും. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ? അതെ. ഓക്കെ. അപ്പോൾ ശരിക്കും ഡിംപിളിന്റെ ഒരു സ്വഭാവമാണ് ഇതിൽ കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി അല്ലേ? എൻ്റെ കാറും ഫുള്ള് എനിക്ക് നാനോ ആണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഡാഡ് നാനോ ആണ് വാങ്ങിച്ചത്. ഫുള്ള് ട്വീറ്റിയുടെ സ്റ്റിക്കേഴ്സ് ആണ്. ഔട്ടർ ഫുള്ള് ഇന്റീരിയറും ട്വീറ്റിയാണ്. കിറ്റിയാണ്. അച്ഛനും അമ്മയൊക്കെ കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അല്ലേ? ഇപ്പോഴും ആ വഴിക്ക് പൊക്കോട്ടെ, നമുക്ക് ഈ വഴി എത്തിയിട്ടുള്ളൂ. ആണല്ലേ, ഒരു ചൈൽഡ് ആണ്. ഒരു ശരിക്കും ഒരു ഭയങ്കര ഒരു അല്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് തോന്നുന്നു. അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ അത് കാണുന്നുണ്ട് ഈ കാര്യത്തിൽ. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, പക്ഷെ നോർമലി ബ്ലാക്ക് ഫോറസ്റ്റിൽ കാണുന്ന ഒരു അലങ്കാരമല്ല. ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് അല്ലേ? ഒരു ട്രഡീഷണൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ കാണാൻ ബ്ലാക്ക് ഫോറസ്റ്റിൽ കൂടുതലും ചോക്ലേറ്റിന്റെ ടോപ്പിംഗ്സ് ആണ്. പക്ഷെ എന്നാലും ദിസ് ഇസ് നൈസ്, അട്രാക്റ്റീവ് ആണ്. അതായത് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന്. രണ്ട് ലെയറാണോ 3 ലെയറാണോ? 3 ലെയറാണ്. 3 ലെയർ. ലെയറിംഗ് എല്ലാം നന്നായിട്ടുണ്ട്, ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, വെരി അട്രാക്റ്റീവ്. പക്ഷേ കേക്ക് കുറച്ച് ഹാർഡാണ്. ആ സോക്കിംഗ് സിറപ്പൊക്കെ ഒഴിച്ചതല്ലേ? അതെ, ഒഴിച്ചത്. അത് അങ്ങോട്ട് ഉള്ളിലേക്ക് അധികം പോയില്ല തോന്നുന്നു അല്ലേ? എനിക്ക് ആദ്യത്തെ 2 ലെയർ താഴത്തെയും മുകളിലത്തെയും കുഴപ്പമില്ലായിരുന്നു. ടോപ്പ് ലെയർ കുറച്ച് ഹാർഡായി. ബാക്കി 2 കുറച്ചുകൂടി സ്മൂത്താണ്. മനസ്സിലായി. കേക്ക് ഹാർഡാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഉദ്ദേശിച്ച ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ്. ബ്ലാക്ക് ഫോറസ്റ്റിന് ചെറിയൊരു ഫീലിംഗ് കിട്ടി. ചിലപ്പോൾ കേക്ക് ഹാർഡായത് കൊണ്ടായിരിക്കും. പക്ഷെ നന്നായിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം. ഓക്കെ. ഇനി നമ്മൾക്ക് അഞ്ജന ഉപ്പുകുട്ടനെ വിളിക്കാം. അഞ്ജന വരും. അപ്പോൾ അഞ്ജന തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് മാംഗോ വിപ്പിംഗ് ക്രീം ഐസിംഗ് ആണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ എന്താ പറയുക ബട്ടർ ഐസിംഗ് വെച്ച് ഡെക്കറേഷൻ. അകത്ത് ഫില്ലിങ്ങിൽ മാംഗോ ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്രഷ് മാംഗോ. ഒരു വ്യത്യാസം തോന്നുന്നു അല്ലേ? ഹാർട്ട് ഷേപ്പ് അല്ലേ? അപ്പോൾ ഈ കളർ യെല്ലോ കളർ എങ്ങനെ കിട്ടിയിരിക്കുന്നത്? യെല്ലോ ലെമൺ യെല്ലോ കളറും ഇട്ടു, കുറച്ച് മാംഗോ എസൻസും. ഓക്കെ ഓക്കെ. പിന്നെ ഉള്ളിൽ ഒരു ലെയർ ഫ്രഷ് മാംഗോ ഇട്ടിട്ടുണ്ട്. അഞ്ജനയുടെ ഹാർട്ട് തന്നെയാണ്. ഹ്യൂജ് ഹാർട്ട്. ഓക്കെ. അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ. കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് പരിശോധിക്കാം. കറക്റ്റായിട്ട് സോഫ്റ്റ് ആണോ, അകത്ത് ഫില്ലിങ് നൈസ്. നല്ല മാങ്ങ ഫ്ലേവറോ മാംഗോ. കേക്ക് വലിയ സോഫ്റ്റ് അല്ല, പക്ഷേ എന്നാലും ഹാർഡല്ല. രണ്ടിൻ്റെയും ഒരു മിഡായിട്ട് വന്നിട്ടുണ്ട്. ആ ഫ്രഷ് മാംഗോയും എല്ലാം കൂടി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ് ഫീലിംഗ്. ഫസ്റ്റ് തീർക്കുകയും ചെയ്തു അല്ലേ ഫാസ്റ്റായിട്ട്. അപ്പോൾ ടൈം കീപ്പ് ചെയ്യുന്നത് അതെപ്പോഴും അഞ്ജന അങ്ങനെയാണ്. ഓക്കെ.
ഇനി ശാലിനിയെ വിളിക്കാം. ശാലിനി വരും. അപ്പോൾ ഇത് നമ്മളുടെ രണ്ടാമത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതൊരു ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഫീലിംഗ് അല്ലേ? കാഴ്ചയിൽ ഏതാണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു കോമ്പിനേഷൻ. ഇത് ഗ്ലേസ്ഡ് ചെറീസാണ്. സാധാരണ ചിലപ്പോൾ മറ്റേ ടിൻ ചെറീസാണ് കാണുന്നത്. വിപ്പിംഗ് ക്രീം വച്ചിട്ടുള്ള ഐസിങ്, ചോക്ലേറ്റ് ഇങ്ങനെ ഇത് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയാണ് ഞങ്ങൾ ഈ കാണുന്ന ഇതെല്ലാം ഓക്കെ അല്ലേ? ഉള്ളിലേക്ക് എങ്ങനെയാണെന്ന് നോക്കണം. ഇത് എത്ര 2 ലെയറോ 3 ലെയറോ? 2 ലെയർ 2 ലെയർ. കേക്കിൻ്റെ ടെക്സ്ചറാണ് ഏറ്റവും പ്രധാനം. ഇതിനെ ഒന്ന് മുറിക്കണമെങ്കിൽ ഓ എൻ്റെ അമ്മേ കട്ടിയായോന്നോ കൃഷ്ണ വേണ്ടി വരും. ഏതാണ്ട് കല്ല് പോലെ ആയിട്ടുണ്ട് കേക്ക്. ഒന്ന് സഹായിക്കും. കേക്കിൽ നമ്മളെ കട്ട് ചെയ്യാനായിട്ട് നൈഫ് എടുത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ താന്നു പോകണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് സംഗതി. ഓക്കെ നോക്കട്ടെ. അതാണ് ഷാജി, ഒന്നും വിചാരിക്കരുത്. പക്ഷേ ബാക്കിയെല്ലാം ഓക്കെ. പ്രസൻറ്റേഷൻ ഇസ് ഗുഡ്. അതിൻ്റെ ആ ഒരു ഇതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കേക്കിൻ്റെ ടെക്സ്ചർ ഇതല്ല. പൊങ്ങിയില്ല. നമ്മൾ ആക്കി വെച്ചു, പക്ഷെ നുള്ളിൽ പൊങ്ങി വന്നു. എന്തൊക്കെ ചേർത്തിരുന്നു? എഗ്ഗും ബേക്കിംഗ് സോഡ പൗഡറൊന്നും ചേർത്തില്ല. എഗ്ഗ്, പിന്നെ മൈദ, ഷുഗർ. ബേക്കിംഗ് പൗഡറൊന്നും ഇല്ല. ഒന്നുമില്ല. അതിലില്ലാതെയും ചെയ്യാം. പക്ഷേ അതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു ചോക്ലേറ്റിൻ്റെ ഒക്കെ അളവ് വളരെ കുറവാണ്. കൊക്കോ പൗഡർ എന്ത് ചേർത്താൽ? കൊക്കോ പൗഡർ അത് കുറവാണെന്ന് തോന്നുന്നു. കളർ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ലൈറ്റാണ്. ഈവൻ അത് നമ്മൾ കൂടിയ പോലെ തോന്നിയ ടേസ്റ്റ് ചെയ്ത്. അതായത് ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയോ ഒന്നും ഇല്ലാണ്ടാണ് സാധാരണ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ അത് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നെ ബ്ലെൻഡിങ്, എന്താ പറയുക, അത് ഉണ്ടാക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, ബാറ്റർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമാണ് വിപ്പ് ചെയ്യുന്ന സമയത്ത് ആ എഗ് വൈറ്റ് ചേർക്കുന്നതൊക്കെ ഭയങ്കര സൂക്ഷിച്ച് ചെയ്യണം. അതിന് ആ ഒരു പതഞ്ഞ് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ആ മാവ് അങ്ങനെ തന്നെ ഇരിക്കുക. എന്നാലേ ആ ശരിക്കും നമ്മളിപ്പോൾ എന്താ പറയണ്ടേ, ക്രീം സെറ്റാക്കി എടുക്കുന്നില്ലേ, അതുപോലെ ഇങ്ങനെ കുക്കറിൽ സ്വിസ് റോളിനൊക്കെ കേക്ക് മാത്രം ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അത് പക്ക സോഫ്റ്റ് ആയിട്ട് കിട്ടി. സ്വിസ് റോളൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കുന്ന ആ ഷീറ്റ്സ് ഉണ്ടല്ലോ, അതുപോലെ സ്പഞ്ച് ആയിരിക്കണം. ആ സ്പഞ്ചി ഫീലിംഗ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ എഗ് വൈറ്റിൻ്റെ പത അടങ്ങാണ്ട് ചേർത്ത് അങ്ങനെ, എന്നാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. എഗ് വൈറ്റ് പറഞ്ഞില്ലായിരുന്നു. യെല്ലോ മിക്സ് ചെയ്തു. എഗ് വൈറ്റ് ഒന്നും ചേർത്തില്ല. രണ്ടും മിക്സ് ചെയ്തു. യെല്ലോ മിക്സ് ചെയ്തു ഒന്നിച്ച്. സെപ്പറേറ്റ് ചെയ്തൊന്നും അല്ല ചേർത്തത്. സെപ്പറേറ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിപ്പോൾ ബേക്കിംഗ് പൗഡറും അത് പതിഞ്ഞ് വന്നില്ല. എനിക്ക് സംശയം ഉണ്ടാകും എന്താ പറയാത്തതെന്ന് സംശയം. കുറേ ബീറ്റ് ചെയ്ത് നോക്കി. കാര്യം ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എഗ് വൈറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ കൊണ്ടാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത്. അതങ്ങനെ പതഞ്ഞിരിക്കുന്ന രീതിയിലുള്ളൊരു ബാറ്റർ ആയിരിക്കണം. എന്നാലേ നിങ്ങൾ വിചാരിക്കണം ആ സ്പോഞ്ചി ആയിട്ട് വരുള്ളൂ. ആ സ്പോഞ്ചി കാര്യത്തിന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഡ്രിസിൽ ചെയ്ത് അത് നല്ലതായിട്ട് ഇതിങ്ങനെ സ്പോഞ്ച് പോലെ പിടിച്ചെടുക്കണം. അതാണ് ഇങ്ങനെ ആ ഒരു സോഫ്റ്റ് ടെക്സ്ചർ നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഇനിയും പഠിക്കാനുണ്ട്. കുഴപ്പമില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, ശരിയാകും. ഓക്കെ, ശരി. ഇനി നമ്മൾക്ക് വിളിക്കാം വീണ നായർ. വീണ വരും.
കേക്ക് വീണേ പോലെ തന്നെ ഡബിൾ സൈസ് ജംബോ ജംബോ കേക്ക് അല്ലേ? കൊള്ളാം, ഗുഡ്. ബ്ലാക്ക് ഫോറസ്റ്റ് ഇത്രയും ഹൈറ്റ് ഞാൻ ഇതിന്റെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ലേ? അല്ല, ഭയങ്കര improvisation. കിലോ കൂടുമ്പോൾ അതെ 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 3 കിലോയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഓർഡർ ചെയ്ത് നല്ല ഇതൊരു 3 കിലോയുടെ മുകളിലോട്ടാക്കിയല്ലേ, പരത്തിയില്ല. ഓക്കെ, തുടങ്ങട്ടെ. അത് സോഫ്റ്റ് ആവുമോ എപ്പം അറിയാം, ഒരു കട്ടെങ്കിലും അറിയാം കാര്യം. നേരത്തെ അത്രയും പ്രശ്നമില്ല ഇതില്. Not bad. അങ്ങോട്ട് പോകുന്നുണ്ട് കത്തി. താഴെ വന്ന് വീണു. ആ വീഴ്ച വളരെ ഗംഭീരമായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇടയ്ക്കൊന്നും ചെറീസ് വെച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇടയ്ക്ക് ചെറിയ പക്ഷെ അതിൻ്റെ ഇത് ഒഴിച്ചിരിക്കുക ചെറിയുടെ സിറപ്പ്. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. നോട്ട് എ പെർഫെക്റ്റ് വൺ, എന്നാലും വേറാണ്. ഭയങ്കര ഹാർഡല്ല, എന്നാൽ വലിയ സോഫ്റ്റും അല്ല. മീഡിയം സോഫ്റ്റ്. അതെ, സോക്കിംഗ് സിറപ്പൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെയൊക്കെ സോഫ്റ്റ് ആവാമായിരുന്നു എന്ന് തോന്നുന്നു ചില ഭാഗങ്ങളൊക്കെ. ക്രീം കറക്റ്റായിട്ട് ക്രീം ഇഷ്ടമല്ലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഫോറസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് ആ ചെറിയ വരുന്നതും സ്വാദാണ്. ഓക്കെ, ഈ ചെറിയല്ല, മറ്റേ ചെറീസ്. അത് കട്ട് ചെയ്തിട്ടിരിക്കും നന്നായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നോക്കിയിട്ട് വെച്ച് പോയി തീർന്ന് ലാസ്റ്റ് മേളിലെത്തിയപ്പോൾ അയ്യോ അത് ഇടയ്ക്ക് വെക്കാൻ മറന്നുപോയല്ലോ. ശരി വീണ, ഓക്കെ. ഇനി ഒരു പിങ്ക് കളറിലെ കേക്കുമായിട്ട് നമ്മുടെ അല്ല വരുവാണ്. അല്ല വിളിക്കാം. അല്ല വരും. അനില കാണാനൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. ഈ 2 ടയർ കേക്ക്. ഇതിൽ പിങ്ക് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. സ്ട്രോബെറി അല്ല, സ്ട്രോബെറി കളർ, ഒരു ബ്ലെൻഡ് ആയിട്ട് ഒരു വൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ആണ്. ആ ഇഷ്ടമാണ്. പിന്നെ കുറേ വൈറ്റ് ചോക്ലേറ്റ് ഇത് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം ഇതുവരെ വന്ന കേക്ക്സ് എല്ലാം അങ്ങനെ തന്നെയാണ്, കാണാനെല്ലാം ഭംഗിയാണ്. ഞങ്ങൾക്കറിയേണ്ടത് നൈറ്റ് തൊടുമ്പോൾ താഴോട്ട് പോകുമോ എങ്ങനെയാണ്. ഓക്കെ, വിൽ സി. അനിലയുടെ അഭിപ്രായത്തിൽ മേളത്തെ കേക്ക് പിടിക്കുന്നതായിരിക്കും നല്ലതല്ലേ? അതെ ശരിയല്ലേ? അതെ. ഓക്കെ. മോശമില്ലാണ്ട് താഴെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കട്ട് ചെയ്ത് വന്നു. കുക്കിംഗ് സിറപ്പൊക്കെ ഒഴിച്ചിരുന്നല്ലോ അല്ലേ? ഒഴിച്ച് അത്യാവശ്യം സോഫ്റ്റ് ആണ്. സോക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ ഫ്ലേവറൊന്നും അങ്ങനെ വലുതായിട്ട് വന്നൊന്നും പറയാനില്ല. എല്ലാ ലെയറിലും ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊക്കെ ഉണ്ടെങ്കിലും ആ ചെറിയൊരു അങ്ങനെ ഒരു സിറപ്പും ചെറിയ ചെറിയ സിറപ്പാണ്. ഫ്ലേവർ എനിക്കും കിട്ടിയില്ല. ചെറിയ ഫ്ലേവറും അങ്ങനെ ചെറിയ ഉണ്ടോ? ചെറിയുണ്ട്. ചെറിയുടെ ആ വെള്ളം ഒഴിച്ചു ഒക്കെ ശരി. ഇതിൽ അങ്ങനെ ഒരു ചെറിയ ഫ്ലേവേർഡ് അങ്ങനെ വന്നില്ല. പക്ഷേ ഇറ്റ്സ് എ നൈസ് കേക്ക്. സോഫ്റ്റായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കേക്ക് സോഫ്റ്റ്, നന്നായിട്ട് കലങ്കി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമായി നമ്മളുടെ സരിക വരികയാണ്. സരിക വിളിക്കാം. സരിക ഓക്കെ,
ശരിക്കടാ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യൂ. ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ച് റെഡി ആയിരിക്കും. എല്ലാം ബ്ലാക്ക് ഫോറസ്റ്റ് കാണാൻ ഭയങ്കര സ്മൂത്താണ്, പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് അതെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് അല്ലേ? ഏതായാലും ആദ്യത്തെ ഒരു കട്ടിങ്ങിൻ്റെ അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കൃഷ്ണയുടെ സഹായം ഇല്ലാതെ നീ കട്ട് ചെയ്യാൻ പറ്റി. ഒരെണ്ണം അങ്ങനെയല്ലല്ലോ, അതിന്റെ ഇടയിലൊക്കെ ചെറിയൊക്കെ ചെളിയോ ചെറി ഓക്കെ ചെറി. എങ്കിലും കലാഭവൻ സരികയുടെ മാസ്റ്റർ പീസുകൾ ഇടാതിരിക്കില്ല. ടൂ ലെയർ ആണ് അല്ലേ? ത്രീ ലെയർ. അത്യാവശ്യം കൊള്ളാം, സത്യം പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൊള്ളാം. സോഫ്റ്റാണ്. അകത്തോട്ട് കുറച്ച് സോക്കിംഗ് ഒക്കെ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇച്ചിരി സ്വീറ്റ്നെസ് കൂടിയെങ്കിലേ ഉള്ളൂ. ആ സോക്കിംഗ് സിറപ്പിൻ്റെ മധുരം ലേശം ഏറി നിൽക്കുകയാണ്. അതുകൊണ്ട് മധുരം ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂട്ടി തന്നു. നന്നായിട്ടുണ്ട്. ചോക്ലേറ്റ് ഒക്കെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ചോക്ലേറ്റ് പൗഡറൊക്കെ ചേർത്ത് കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ഗുഡ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ്. പിന്നെ ഒരു പൈനാപ്പിൾ കേക്കും കൂടി വരാനുണ്ട്. അത് നമ്മുടെ സംഗീതയുടെയാണ്. സംഗീത വിളിക്കാം. സംഗീത വരും. ഓക്കെ, സംഗീതയുടെ കേക്ക് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയ കേക്കാണ് അല്ലേ? ടൈം കുറച്ചുകൂടെ കുറഞ്ഞു പോയി. കളർ പറഞ്ഞിരിക്കുന്നതാണോ? ചെറി, ബ്രൗൺ, കൊള്ളാം. മൂന്ന് കളർ ചെറി, വൈറ്റ്, ബ്രൗണ് കുറച്ച് മൂത്ത് പോയതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓവൻ ചതിച്ചോ? അങ്ങനെ ആയിരിക്കില്ല. ചോക്ലേറ്റ് ആണെന്നാ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഇറ്റ്സ് നോട്ട് ചോക്ലേറ്റ് അല്ലേ? ഇത് നമ്മളുടെ ഒരു പൈനാപ്പിൾ കേക്കാണ്. കുറച്ച് നട്ട്സും അല്ലേ എല്ലാം. അതെ, നട്ട്സൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ പീസസ്. സംഗീതയുടെ കേക്ക് സോഫ്റ്റ് ആണ്, പക്ഷേ ടെക്സ്ചറൊക്കെ നല്ലതാണ്. പൈനാപ്പിൾ ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കേക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരുന്നു. ബാറ്റർ അതർവൈസ് നല്ലതാണ്. സോഫ്റ്റാണ്, പൈനാപ്പിളിൻ്റെ ഫ്ലേവറുണ്ട്. ഒരു പക്ഷേ കുറച്ചുകൂടി കെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ച് നല്ലൊരു പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കാൻ പറ്റില്ല. എന്തായാലും നല്ലതാണ്, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മളുടെ കേക്ക് റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. വെറൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ 4 എണ്ണം അല്ലേ? ബ്ലാക്ക് ഫോറസ്റ്റിന്റെ 4 വെറൈറ്റി ദാറ്റ് ഇസ് ട്രൂ, അത് കറക്റ്റ്. അതായത് പലതരം ബ്ലാക്ക് ഫോറസ്റ്റ് ഇങ്ങനെയും നമുക്ക് കഴിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷൻ ആണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്കൊരു പഠിക്കാനൊരു അവസരവും കൂടിയാണ്. നിങ്ങൾ ആ രീതിയിൽ കണ്ടാൽ മതി. അതായത് നിങ്ങളൊന്നും വലിയ കേക്ക് എക്സ്പേർട്സ് ഒന്നും അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതിലേക്കുള്ളൊരു പിന്നെ എന്താ പറയുക, എൻട്രി ആൻഡ് അതിലേക്കൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറി നിൽക്കേണ്ടി വരും. അതെ. ഇനിയിപ്പോൾ നിങ്ങളെല്ലാം ഭയങ്കര കേക്ക് എക്സ്പേർട്സ് ആയി മാറട്ടെ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞങ്ങൾ കുറച്ച് 2 പേര് ഗിനി പിക്സ് ആയിട്ട് നിന്ന് തന്നു. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ അതിൽ നല്ലത് കൊണ്ട് കേട്ടോ. ബേക്കിംഗ് ആണ് ഏറ്റവും ടഫസ്റ്റ് റൗണ്ട് ശരിക്കും. അതിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹാഫ് ദ ബാറ്റർ ഇസ് വൺ. നന്നായി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് അപ്പിയറൻസ് വൈസ് ഇറ്റ് ഇസ് ഗുഡ്. നിങ്ങളുടെ പിന്നെ അലങ്കാരങ്ങളും
ഒക്കെ ഒരുവിധമൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ചൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. ഒരു കേക്ക് ഭയങ്കര ഭംഗിയായിരുന്നു, പക്ഷെ അത് മുറിക്കാൻ പറ്റില്ല. അതാണ്, അതായത് ഇതിന്റെ ഞാൻ അവിടെ നോക്കി പറഞ്ഞു. അല്ലല്ല, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അലങ്കാരങ്ങളെല്ലാം വളരെ ഗംഭീരമായിരുന്നു, പെട്ടെന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് അട്രാക്ട് ലുക്ക് കറക്റ്റ് ആയിരുന്നു. ഒരുവിധമൊക്കെ നന്നായിട്ട് ചെയ്തു. നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുന്നതാണെന്നൊരു ഫീലിംഗ് ഇല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കേക്കിൻ്റെ ഐസിങ്ങിനോടൊപ്പം തന്നെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അകത്തുള്ള കേക്കാണ്. കേക്ക് കാഴ്ചയിൽ മറ്റത് വളരെ പ്രധാനമാണ്, എന്നാലും കേക്കിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കല്ലുപോലെ ഇരുന്നിട്ട് പിന്നെ ബാക്കി വേറിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബേസിക്സ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് സ്വായത്തമാക്കേണ്ട കാര്യമുണ്ട്. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും അവസാനം നിർത്തുന്ന സംഗീതമാണ്. സംഗീത സ്റ്റാർട്ടിങ് ടൈം താമസിച്ചു, അതുകൊണ്ട് തന്നെ താമസിച്ച് ഇത് സംഗീത വളരെ നിരാശയോട് കൂടിയാണ് അവസാനം കൊണ്ടുവന്നത്. കാര്യം കുറച്ച് കേക്ക് സ്പോയിലായല്ലോ. പക്ഷേ അതെ, ഒരു സത്യം പറയുകയാണെങ്കിൽ ഈ 10 കേക്കിലും ടെക്സ്ചർ വൈസ് ഏറ്റവും നന്നായിരുന്ന സംഗീതയുടെ കേക്ക്. ചിലപ്പോൾ മോൾ ഭാഗമൊക്കെ കുറച്ചൊന്ന് കരിഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ, പക്ഷെ കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ലായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു കേക്കിൻ്റെ ഒരു ടെക്സ്ചർ സോഫ്റ്റ്നെസ് അത് ഒറ്റ കേക്കിലേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി ചിലയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു അതിൻ്റെ ഒരു എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഈവൻ അനിലയുടെ കേക്ക് ഒരു ശരിയായി വന്നിരുന്നു, പക്ഷേ കേക്ക് ഫീലിംഗ് അതന്നെ എക്സാക്ട്ലി ഒരു കേക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റ് മാർക്കൊന്നും ഇട്ടില്ല. ജനറലായിട്ട് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് വെച്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗ്രേഡ് ചെയ്ത് വെച്ചു. ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്ന ഒരു യുനാനിമസ് ഒപ്പീനിയൻ എടുത്ത് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു 3 പേരല്ലേ? 3 ആൾക്കാരുണ്ട്. ഒന്ന് അഞ്ജന അപ്പുക്കുട്ടൻ, ഒരു അടുത്ത ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് അനില ശ്രീകുമാർ. The third first goes to കലാഭവൻ ശരിയ. അതിന്റെ കുറച്ച് ക്രെഡിറ്റ് ഡിംപിളിനും വീണയ്ക്കും കൊടുക്കുന്നത്, അവർ ഹെൽപ്പ് ചെയ്തായിരുന്നു. കുറച്ച് കൊടുത്തോണ്ടാ മതി, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ അങ്ങനെ സഹായിക്കാൻ വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഡിംപിളിനും പിന്നെ വീണയ്ക്കും എന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടാവും. ആ മാർക്ക് കുറച്ച് പോയി. എന്നാലും സെക്കൻഡ് പ്ലേസിൽ വന്നിരിക്കുന്നത് 1, 2, 3, 4 4 ആൾക്കാര്. ഒന്ന് സംഗീത തന്നെയാണ്, പിന്നെ ഒരാള് വീണ, ഒരു ആളുണ്ട് അഞ്ജു, ആൻഡ് 1 more person, that is നിഷ. കുഴപ്പമില്ല, അവരെ ചേർന്ന് നിന്നോളൂ. ഇനി 3ാം സ്ഥാനത്തേക്ക് വളരെ വിഷമത്തോടു കൂടി 3 പേരെ വിടുകയാണ്. കുഴപ്പമില്ല, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇനിയും മാറ്റങ്ങൾ വരുത്തുക. ഒന്ന് ഡിംപിൾ, ചാരുത ആൻഡ് ശാലിനി. അല്ല, എനിക്കോട് ചാരുത ഫസ്റ്റ് ടൈമാണ് 3rd പ്ലേസിലേക്ക് പോകുന്നത് അല്ലേ? എല്ലാത്തിനും ഒരു ആദ്യം അല്ല, ഇനി ഫസ്റ്റ് എക്സ്പീരിയൻസ് അത് അറിയണമല്ലോ, അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റേ ഉണ്ടാവുള്ളൂ. അത് ഇനി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ വന്നേ ഉള്ളൂ. എനിവേ, ഗുഡ് അറ്റംപ്റ്റ്. എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല നല്ല കാര്യങ്ങളുണ്ടാവില്ല. ഇനി കേക്ക് ഉണ്ടാവില്ല, ഡോണ്ട് വറി. ഇനി കേക്ക് ഗ്രൗണ്ട് ഇല്ല. അതായത് ഇനിയുള്ള സീരിയസ് റൗണ്ട്സ് ആണ്. കാര്യം ഇനി നിങ്ങൾക്ക് ഫൈനൽസിനോട് അടുക്കുകയാണ്. നമ്മളുടെ ഒരു ഇതിലും സീരിയസ് ഉണ്ട്. ഇതൊന്നും സീരിയസ് അല്ലല്ലോ, നിങ്ങൾ ആരും എലിമിനേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇതുവരെയും ഒരു എലിമിനേഷൻ നടന്നിട്ടില്ല. നത്തിങ് ഇസ് ദാറ്റ്. പ്രേക്ഷകര് അല്ലേ, പ്രേക്ഷകരിങ്ങനെ ചോദിക്കുകയാണ്, ഇതിൽ എലിമിനേഷൻ ഇല്ലേ, ഇതെന്താ കോമ്പറ്റീഷൻ ആണോ അതോ വെറും ഡെമോൺസ്ട്രേഷൻ ആണോ എന്നൊരു സംശയം. 10 പേരുണ്ട് ഇപ്പോൾ. എന്തായാലും ഇനി എലിമിനേഷൻ ഇല്ലാത്തൊരവസ്ഥയില്ല. അതുകൊണ്ട് ഇനി അടുത്ത 2 റൗണ്ടോട് കൂടി ഫൈനൽസിലേക്ക് ആരൊക്കെ കിടക്കും എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇനി വരുന്ന റൗണ്ട്സ്. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ഈ ടോട്ടൽ ഇവാലുവേഷൻ, ഇതുവരെയുള്ള റൗണ്ട്സിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ഫൈനൽസിലേക്കുള്ള സ്റ്റെപ്പ് ആരൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വളരെ ആകാംക്ഷഭരിതരായിട്ട് നമ്മളുടെ പ്രേക്ഷകർ കാത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഇതിൽ എലിമിനേഷനും പിന്നെ എന്താ പറയുക ഫൈനൽസിലേക്കുള്ള കടന്നുകയറ്റം ഒക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഇനിയുള്ള എപ്പിസോഡുകളിലായിരിക്കും വരുന്നത്. യെസ്, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
അങ്ങനെ വ്യത്യസ്തമായ ഒരു കേക്ക് റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കേക്ക് റൗണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ശരിക്കും ഒരു ടഫ് റൗണ്ടായിട്ടാണ് നമ്മുടെ മത്സരാർത്ഥികൾ കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ആ കടമ്പയും അവർ കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ റൗണ്ടുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക.